ഏവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അമൃതം ഗമയ മാതാ അമൃതാനന്ദമയുടെ ജീവിത ചരിത്രത്തിൻ്റെ യാത്ര തുടരുകയാണ്. ദേവീ സാധന അധ്യായം 10 എന്നുള്ള കഴിഞ്ഞ അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു അധ്യായം. അമ്മയോട് ഈ പ്രപഞ്ചത്തിലെ പ്രാണികൾക്കുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. തത്തകളെ കുഞ്ഞിന് ഇഷ്ടമായിരുന്നു. തത്ത ദേവിയുടെ വാഹനമാണല്ലോ. ചിലപ്പോൾ ദേവി നീ എൻ്റെ അടുത്ത് വരില്ലേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം തത്തകൾ പറന്നു വരും. ഒരാൾ ഒരു തത്തയെ പിടിച്ച് സുധാമണിക്ക് കൊടുത്തു. അത് എപ്പോഴും സുധാമണിയെ ചുറ്റിപ്പറ്റിയിരിക്കും. ഒരു ദിവസം ധ്യാനത്തിന് ശേഷം സുധാമണി ചിന്തിച്ചു, ലോകം എത്ര ഭയാനകമാണ്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കണിക പോലും എങ്ങുമില്ല. എങ്ങും കപടവേഷങ്ങളെ കാണാനുള്ളൂ. ഈ ലോകം പാപികളെ കൊണ്ട് നിറഞ്ഞു. നേരായ മാർഗം കാട്ടാൻ ആരുമില്ലല്ലോ. ഈ ചിന്ത മൂലം കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി തുടങ്ങി. ബാഹ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനാവാതെ കുറേ നേരം അങ്ങനെ കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് സുധാമണി തൻ്റെ മുന്നിലിരിക്കുന്ന തത്തയെ ശ്രദ്ധിച്ചു. അതും എന്തോ മനോവേദന കൊണ്ട് എന്ന പോലെ കണ്ണീരൊഴുക്കുന്നു. തൻ്റെ തീക്ഷ്ണമായ വേദന തത്തയെയും ചലിപ്പിച്ചിരിക്കുന്നു എന്ന് സുധാമണി കണ്ടു. എങ്ങും ഒരേ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു. എല്ലാ ജീവികളിലും ഈശ്വരാംശം നിറഞ്ഞിരിക്കുന്നു എന്ന് സുധാമണിക്ക് അപ്പോൾ മനസ്സിലായി. മറ്റ് 2 പ്രാവുകളുണ്ടായിരുന്നു. സുധാമണി കീർത്തനം പാടുമ്പോൾ അവ മുന്നിൽ നിന്ന് നൃത്തം വയ്ക്കുമായിരുന്നു. അടുത്തൊരു വീട്ടിൽ ഒരു ഗരുഡന്റെ കൂട് പൊട്ടി. 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അവയെ ആരോ കൊല്ലാൻ തുടങ്ങിയപ്പോൾ സുധാമണി എടുത്തുകൊണ്ടുവന്ന് വളർത്തി. കുറച്ചു കഴിഞ്ഞ് പറത്തി വിട്ടു. കൃഷ്ണഭാവം തുടങ്ങിയപ്പോൾ ആ ഗരുഡന്മാർ കളരിയിൽ വന്നു. സുധാമണി ദേവിയെ വിളിച്ച് കരഞ്ഞ് ഔഷധിയിലാകുമ്പോൾ എവിടെ നിന്നോ ആ ഗരുഡന്മാർ പറന്നു വന്ന് അടുത്തിരിക്കുകയും സുധാമണിയുടെ മുഖത്തേക്ക് നോക്കി കരയുകയും ചെയ്തിരുന്നു. ഒരു ദിവസം സുധാമണിക്ക് കലശലായ വിശപ്പ്. ഒരു ഗരുഡൻ പടിഞ്ഞാറ് കടലിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ഒരു പച്ചമീൻ കൊത്തിയെടുത്തു കൊണ്ടുവന്ന് പറന്നു വന്നു. ഗരുഡൻ ആ മീനെടുത്ത് സുധാമണിയുടെ മടിയിലിട്ടു. വിശപ്പ് സഹിക്കാനാവാതെ സുധാമണി അതെടുത്ത് പച്ചയ്ക്ക് തിന്നു. ഇത് മനസ്സിലാക്കിയ ദമയന്തിയമ്മ പിറ്റേ ദിവസം കാത്തിരുന്നു. അന്നും ഗരുഡൻ മത്സ്യവുമായി വന്നു. ദമയന്തിയമ്മ അതെടുത്തു കൊണ്ടുപോയി വേവിച്ചു കൊടുത്തു. കൃഷ്ണസാധനയുടെ കാലത്ത് കുഞ്ഞ് മത്സ്യം ഉപയോഗിച്ചിരുന്നില്ല. മീനിൻ്റെ മണമേറ്റാൽ ഛർദ്ദിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈശ്വരൻ തൻ്റെ വിശപ്പ് മനസ്സിലാക്കി എത്തിച്ച ഭക്ഷണമാകെ കഴിക്കുക തന്നെ എന്ന് നിശ്ചയിച്ചു. പിന്നെ കുറെ കാലത്തേക്ക് ദിവസവും ആ ഗരുഡൻ കടലിൽ നിന്ന് മത്സ്യം കൊത്തിക്കൊണ്ടുവന്ന് സുധാമണിയുടെ മടിയിൽ ഇടുക പതിവായിരുന്നു. വേറൊന്നൊരു പൂച്ചയായിരുന്നു. അത് ഭാവസമയത്ത് വരും. കളരിക്ക് അകത്ത് കയറി ഭാവത്തിലിരിക്കുന്ന അമ്മയെ ചുറ്റി പ്രദക്ഷിണം വയ്ക്കും. മനുഷ്യരെ പോലെ ഇരുന്ന് ധ്യാനിക്കും. ആരോ അതിനെ പിടിച്ച് കയലിന് അക്കരെ കൊണ്ടുപോയി വിട്ടു. പക്ഷെ അത് എങ്ങനെയോ വീണ്ടും കളരിയിൽ തിരിച്ചു വന്നു. ഇക്കാലത്ത് സുധാമണിക്ക് കൂട്ടായി ഒരു അണ്ണാൻ വന്നുകൂടി. സുധാമണി അതിനെ വാത്സല്യപൂർവ്വം കൊണ്ടു നടക്കാൻ തുടങ്ങി. ചിലപ്പോൾ സുധാമണി കണ്ണടച്ചു കിടക്കും. സുധാമണി ഉറങ്ങിയെന്ന് കരുതി അണ്ണാൻ ചാടി മുകളിൽ വീടിന്റെ ഉത്തരത്തിലിരുന്ന് ഒളികണ്ണിട്ട് കുഞ്ഞിനെ നോക്കും. സുധാമണി പെട്ടെന്ന് കണ്ണു തുറക്കും. ഉടനെ അണ്ണാൻ ചാടി വന്ന് സുധാമണിയുടെ മടിയിലിരിക്കും. കുഞ്ഞ് ഉറങ്ങാതെ കബളിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അണ്ണാൻ ഇത്തരം കുസൃതികൾ നിർത്തി. ഈ പ്രാണികളെല്ലാം അമ്മയോട് എത്ര അഭേദ്യമായ ആത്മബന്ധമാണ് വച്ചു പുലർത്തിയിരുന്നത് എന്ന് ബാഹ്യദൃഷ്ടി കൊണ്ട് അളക്കാവുന്നതല്ല. അടുത്തത് ഒരു ശ്വാനന്റെ കഥയാണ്. ദേവി സാധനയുടെ തീക്ഷ്ണമായ കാലയളവിൽ സുധാമണിക്ക് കൂട്ടായി ഒരു പട്ടി വന്നുകൂടി. അക്കാലത്ത് സുധാമണി പ്രകൃതിയിലുള്ള ഓരോ വസ്തുവിനോടും നക്ഷത്രങ്ങളോടുമൊക്കെ അമ്മേ നീ എവിടെ എന്ന് ചോദിച്ച് കരയുമായിരുന്നു. രാവും പകലും കിടപ്പ് വെറും മണ്ണിലും ചെളിയിലും കായൽ വെള്ളത്തിലും. ആ പട്ടി എപ്പോഴും കുഞ്ഞിന്റെ കൂടെ നടക്കും. കൂടുതൽ കരയാൻ പട്ടി സമ്മതിക്കുകയില്ല. കരഞ്ഞാൽ അത് വന്ന് ദേഹത്ത് ഉരുമും. കുഞ്ഞിന് വിശക്കുന്നു എന്ന് തോന്നുമ്പോൾ പട്ടി എവിടെ നിന്നെങ്കിലും ഒരു ആഹാരപ്പൊതി കടിച്ചെടുത്തു കൊണ്ടുവന്ന് മുമ്പിൽ വയ്ക്കും. ഒരു തരി ചോറ് പോലും അത് തിന്നുകയില്ല. സുധാമണി വെളിയിൽ കിടക്കുമ്പോൾ അത് വന്ന് തലയ്ക്കൽ കൂട്ടിക്കിടക്കും. സുധാമണി എവിടേക്കെങ്കിലും പോയാൽ അത് പാവാടയ്ക്ക് കയറി പിടിക്കും. കുറച്ച് ബഹളം കൂട്ടും. രാത്രികാലങ്ങളിൽ അത് യജമാനത്തിക്ക് കാവൽ കിടക്കും. സുധാമണി കൂടുതൽ ധ്യാനിച്ച് ബുദ്ധി വിടുമെന്ന് തോന്നിയാൽ അത് കുറച്ച് ബഹളം കൂട്ടും. ഒരു ദിവസം രാത്രിയിൽ തോട്ടിൻകരയിലിരുന്ന് കുഞ്ഞ് ധ്യാനിക്കുകയായിരുന്നു. ദേഹം മുഴുവനും കൊതുകൾ മൂടിയിരിക്കുന്നു. വിളിച്ചിട്ട് അനക്കമില്ല. ശരീരം മരവിച്ചിരിക്കുന്നു. ഗംഭീരമായ സമാധി.
സുഗുണച്ചൻ വന്ന് കാവലിരുന്നു. പട്ടി പെട്ടെന്ന് സ്ഥലത്തെത്തി. അന്തരീക്ഷം വിറപ്പിച്ചുകൊണ്ട് കുരച്ചു. ക്രമേണ സുധാമണി ധ്യാനത്തിൽ നിന്ന് ഉയർന്നു. ആ പട്ടിക്ക് സുധാമണിയെ വലിയ സ്നേഹം. അതുകൊണ്ട് സുധാമണി വിചാരിച്ചു ദേവി തന്നെയാണ് പട്ടിയായി വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. അവനെ പട്ടിപിടുത്തക്കാർ 2-3 പ്രാവശ്യം പിടിച്ചുകൊണ്ടുപോയി. കൊല്ലാൻ പറ്റിയില്ല. ഒരിക്കൽ സുധാമണി ധ്യാനിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് പരിഭ്രമിച്ച് ഓടിച്ചെന്നപ്പോൾ പട്ടിപിടുത്തക്കാർ തന്റെ പട്ടിയെയും കൊണ്ടുപോകുന്നു. കുറെ പെൺകുട്ടികൾ വഴക്കിടുന്നു. അയ്യോ, ഇത് ഞങ്ങളുടെ സുധാമണി അക്കയുടെ പട്ടിയാണ്, ഇതിനെ പിടിക്കല്ലേ, ഞങ്ങൾ വല്ലതും തരാം, വിട്ടേച്ചു പോ. പട്ടി കണ്ണുനീരൊഴുക്കി കരയുന്നു. സുധാമണിയെ കണ്ടപ്പോൾ പട്ടിപിടുത്തക്കാർ പട്ടിയെ വിട്ടിട്ട് പോയി. ഇങ്ങനെ പല പ്രാവശ്യം അവൻ രക്ഷപ്പെട്ടു. മറ്റൊരു പട്ടിയും വരുമായിരുന്നു. അത് ഗർഭിണിയുമായിരുന്നു. ഒരു ദിവസം സുധാമണി കളരിക്ക് അകത്തിരുന്ന് ധ്യാനിക്കുമ്പോൾ അത് വെളിയിൽ വന്ന് കാവൽ നിന്നു വാതുക്കൽ. അകത്തേക്ക് കയറിയില്ല. വളരെ ബഹുമാനമായിട്ടായിരുന്നു അതിന്റെ നടപടി. കളരിയിലേക്ക് കാൽ വച്ച് അത് കരഞ്ഞു. എന്താ മോളെ എന്ന് ചോദിച്ച് സുധാമണി അതിനെ പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. ഉടനെ അത് കളരിയിൽ നിന്നിറങ്ങി മുറ്റത്തോട്ട് മാറിക്കിടുന്നു. ജീവനും പോയി. അടുത്ത വീട്ടിലെ ഒരു പെൺപട്ടിയായിരുന്നു അത്. പെൺപട്ടി ചത്തുപോയപ്പോൾ ആൺപട്ടി മാത്രമായി സുധാമണിയുടെ കാവൽക്കാരൻ. അവൻ രാവിലെ വന്ന് കുഞ്ഞിനെ നമസ്കരിക്കും. ആരെങ്കിലും സുധാമണിയെ നമസ്കരിക്കുന്നത് കണ്ടാൽ അവനും വന്ന് 2 കാലും മുന്നോട്ട് നീട്ടിവെച്ച് നമസ്കരിക്കും. സുധാമണി ഭക്തി നൃത്തം ചെയ്യുമ്പോൾ അവനും നൃത്തം ചെയ്യും. സന്ധിക്ക് കളരിയിൽ ശംഖൂതുമ്പോൾ അവനും ശംഖൂതും. മനുഷ്യരെ പോലെ ഓം എന്ന് നീട്ടി വിളിക്കും. മനുഷ്യരെ പോലെ അവനും ഇരുന്ന് ധ്യാനിക്കും. മനുഷ്യരെ പോലെ മലർന്നു കിടക്കും, എഴുന്നേറ്റിരിക്കും. അങ്ങനെ ഇരിക്കെ സുധാമണിക്ക് മനസ്സിൽ തോന്നി അവൻ പേ പിടിച്ച് മരിക്കുമെന്ന്. അങ്ങനെ ഒരു ദുർഗതി ആ ദുർഗാദാസിന് സംഭവിക്കരുതെന്ന് ആ യോഗിനി സങ്കല്പിച്ചു. പിന്നീട് അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ മരിച്ചതിൽ അമ്മയ്ക്ക് ഒരു ദുഃഖവും തോന്നിയില്ല. മരിച്ചാലും അവൻ അമ്മയുടെ അടുത്ത് തന്നെയാണല്ലോ വരുന്നത്. പിന്നെ അമ്മ എന്തിനു ദുഃഖിക്കണം? ആ പട്ടിയുടെ ആത്മാവ് ആശ്രമ പരിസരത്ത് പുനർജനിച്ചിട്ടുണ്ട് എന്ന് പിൽക്കാലത്ത് അമ്മ ഒരിക്കൽ പറഞ്ഞു. എത്ര ചോദിച്ചിട്ടും കൂടുതൽ വിവരങ്ങൾ അമ്മ വിട്ടു തന്നില്ല. അങ്ങനെ എത്ര ധന്യജീവികൾ! അവയെല്ലാം അമ്മയെ സ്വന്തം അമ്മയായി സ്നേഹിച്ചു. അമ്മയ്ക്ക് അവയെല്ലാം സ്വന്തം മക്കളാണ്. അങ്ങേയറ്റത്തെ വാത്സല്യത്തോടെയാണ് അമ്മ അവരെ പറ്റി പറയുക. മരിച്ചുപോയ മക്കളെ ഒരു പെറ്റമ്മ ഓർമ്മിക്കുന്നത് പോലെ. ഒരു കൃഷ്ണഭക്തൻ പാടി: കരുണാമൂർത്തെ, എനിക്കിനിയൊരു ജന്മമുണ്ടെങ്കിൽ വൃന്ദാവനത്തിലെ പുൽക്കൊടിയാകുവാൻ ഭാഗ്യം നൽകണമേ. അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ ഒരു പൂഴിത്തരിയാകുവാൻ ഭാഗ്യം ചൊരിയണമേ. എന്നെ കാളിന്തി തീരത്തെ കദംബ വൃക്ഷത്തിലെ ഒരു ഇലയാക്കാൻ കൃപ കാണിക്കണമേ. വള്ളിക്കാവിലമ്മയെ അടുത്തറിയുന്ന എത്രയെത്ര ഹൃദയങ്ങൾ ആശ്രമ പരിസരവുമായി ആ വിധം ബന്ധപ്പെടുവാൻ തെങ്ങുകയില്ല. അമ്മയുടെ പാവന സാമീപ്യത്താൽ എത്രയോ ക്ഷുദ്രജീവികൾ പോലും നിർവാണ മാർഗം പൂകിയിരിക്കുന്നു. പിൽക്കാലത്ത് ഒരിക്കൽ അമ്മ പറഞ്ഞു: നോക്കൂ മക്കളെ, പാമ്പിനും പരുന്തിനും അണ്ണാനും പട്ടിക്കുമെല്ലാം അമ്മയുടെ മനസ്സിനെ മനസ്സിലായി. ആത്മാവ് ഒന്നു മാത്രം, അത് സർവവ്യാപിയാണ്. ഇത് ആ പ്രാണികളുടെ ജീവിതത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നില്ലേ? വിവേചന ശക്തിയില്ലെന്ന് കരുതപ്പെടുന്ന പക്ഷിമൃഗാദികൾ പോലും സാധനാകാലത്ത് സുധാമണിയുടെ വേദന മനസ്സിലാക്കുകയും അതിൽ പങ്കുചേരുകയും കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. വിവേകശാലികൾ എന്ന് കരുതുന്ന മനുഷ്യർ മാത്രം ശത്രുതയോടെ പെരുമാറി. ഇക്കാലത്ത് മനുഷ്യരെക്കാൾ മൃഗങ്ങൾ എത്രയോ ഭേദമെന്ന് ചിന്തിച്ചു പോയാൽ കുറ്റപ്പെടുത്താനില്ല. ദേവീഭക്തിയിൽ എല്ലാം മറന്ന കുഞ്ഞിനെ അക്കാലത്ത് ബാഹ്യലോകത്ത് കുറച്ചെങ്കിലും പിടിച്ചുവെച്ചത് ആ മിണ്ടാപ്രാണികളായിരുന്നു എന്ന് പറയാം. ആകാശത്തേക്ക് നോക്കുമ്പോൾ സ്വന്തം രൂപത്തെ പറ്റി ഓർമ്മ വരും എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ സുധാമണി ദീർഘനേരം അനന്ത ആകാശത്തേക്ക് കണ്ണുനട്ട് വെറും മണ്ണിൽ കിടക്കുക പതിവായിരുന്നു. മകളെ മണ്ണിൽ നിന്നും എഴുന്നേൽപ്പിക്കുവാൻ ദമയന്തി അമ്മ ചെല്ലും. സുധാമണി അമ്മയോട് പറയും: അമ്മേ, ആകാശത്തേക്ക് നോക്കൂ, എന്തു രസം. ആകാശത്തിന്റെ അനന്തതയിൽ ലയിച്ചു കിടന്ന സുധാമണി സഗുണ സാകാരത്തിനും അപ്പുറം നിർഗുണ നിരാകാരവും സർവവ്യാപകവുമായ ആത്മസ്വരൂപം ധ്യാനിച്ച് ലോകാതീത മണ്ഡലങ്ങളിൽ വിഹരിക്കുകയാണ് എന്ന് ആരറിഞ്ഞു? ഭക്തിമത്തയായി പരിസരം മറന്ന സുധാമണി ചിലപ്പോൾ കരയും, ചിലപ്പോൾ ആനന്ദോന്മത്തയായി അഹഹഹ എന്ന് ആർത്തിച്ചിരിക്കും. ആ ചിരി ചിലപ്പോൾ 1-2 മണിക്കൂർ നീണ്ടു നിൽക്കും. ചിരിച്ച് ചിരിച്ച് കറങ്ങി നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. ചൂട് സഹിക്കാതെ ചെളിവെള്ളത്തിൽ ഇറങ്ങിക്കിടക്കും. ആ അവസ്ഥയിൽ ഗംഗാജലവും ഓടവെള്ളവും എല്ലാം തുല്യമായി തോന്നും.
ഭക്തിയുന്മാദത്തിൽ എല്ലാം മറന്ന അക്കാലത്ത് സുധാമണി എന്ന യുവയോഗിനിയുടെ ജീവിതത്തിൽ വസന്തവും ആഷാഢവും ശരത്തും ശിശിരവും പദധ്വനി കേൾപ്പിക്കാതെ ഒഴിഞ്ഞുപോയി. ദിനനാഥനും നിശാനാഥനും സമയബോധം ജനിപ്പിക്കാതെ കടന്നുപോയി. ശാസ്ത്രങ്ങൾ പ്രകീർത്തിക്കുന്ന ഭാവവും മഹാഭാവവും രാധാഭാവവുമെല്ലാം ആ മഹായോഗിനിയുടെ കൊച്ചു ശരീരത്തെ മഹാമായയുടെ ഏതോ മഹാകേളിക്ക് ഒരുക്കിയെടുത്തുകൊണ്ടിരുന്നു. ഭാവോന്മാദത്തിന്റെ മൂർധന്യത്തിൽ കുഞ്ഞിനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാൻ വീട്ടുകാർ തണുത്ത വെള്ളം ധാര കോരുകയും മൂർധാവിൽ അടിക്കുകയും മറ്റും ചെയ്തിരുന്നു. കുഞ്ഞിന് ഭ്രാന്തെന്നവരെ അവർ കരുതുകയുണ്ടായി. നീൽ റോസ്നർ അഥവാ നീലുമോൻ വന്നപ്പോൾ സുഗുണച്ചനോട് പറഞ്ഞു, അച്ഛാ, ഭാവാവസ്ഥയിൽ നൃത്തം ചെയ്യുമ്പോൾ ലൗകികർ തുടരുത്. ഈശ്വരനിൽ മനസ്സിലയിച്ചുള്ള ആനന്ദ നൃത്തവും ചിരിയുമാണിത്. സുധാമണി ഭ്രാന്തിയെപ്പോലെ ദേവിയെ വിളിച്ചു കരഞ്ഞു. അമ്മേ, ജ്ഞാനികളുടെ ഉള്ളങ്ങളെപ്പോലും മോഹിപ്പിക്കുന്ന അമ്മേ, നിന്റെ കൃപയില്ലാതെ ആര് രക്ഷപ്പെടും? അമ്മയെ സ്മരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവന്മാരുടെ എല്ലാ ഭയങ്ങളും അകലുമെന്ന് പറയുന്നു. എന്നിട്ടും മായയുടെ ഘോരാന്ധകാരത്തിൽപ്പെട്ട് ഞാൻ മാത്രം ഭയഭീതിയാകുന്നത് എന്തമ്മേ? ശുഭകാരിണിയായ നീ എനിക്ക് മാത്രം അശുഭകാരിണിയാകരുതേ. ദേവി, അമ്മേ, നീ ദുർഗയും ദുർഗതി നാശിനിയുമാണ്. എന്നിട്ടും എൻ്റെ ഗതി ഇതായതെന്തേ? അമ്മേ കരുണാമയി, അമ്മ എനിക്ക് നൽകിയ എത്രയോ ജന്മങ്ങൾ ഞാൻ പാഴാക്കി. അജ്ഞാനത്തിൽ മുഴുകിക്കിടന്ന ഞാൻ എത്രയോ കാലം ഭോഗങ്ങൾക്ക് വേണ്ടി നശിപ്പിച്ചു. ഇനിയും എന്നെ ലൗകിക വാസനകളിൽ കുടുക്കരുതേ അമ്മേ. അമ്മയെ മറന്ന ലോകത്തിന്റെ പിന്നാലെ പാഞ്ഞതിന്റെ ശിക്ഷ ഞാൻ വളരെയേറെ അനുഭവിച്ചു. അമ്മേ, ബന്ധുക്കൾക്കും കുടുംബത്തിനും തൽക്കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ എത്രയോ കണ്ണീരൊഴുക്കി. എല്ലാം വ്യർത്ഥം. അതെല്ലാം ദുഃഖം മാത്രം തന്നു. അതൊന്നും എനിക്കിനി വേണ്ട. നിന്നെ കാണാതെ ഈ കുഞ്ഞിന് ഇനി ശാന്തിയില്ല. എന്നിൽ നിന്ന് മറഞ്ഞിരിക്കരുതേ അമ്മേ. നീ എവിടെ പോയി ഒളിക്കും? എവിടെയായാലും നിന്റെ ഈ കുഞ്ഞ് നിന്നെ തേടി അവിടെ എത്തും. നിന്നെ കാണാതെ എൻ്റെ ദേഹം കത്തിയെരിയുന്നു, മനസ്സ് നീറുന്നു. എനിക്ക് ഭ്രാന്താണെന്ന് ലോകം പറയുന്നു. നിനക്ക് വേണ്ടി ഞാൻ ഭ്രാന്തി ആയിക്കൊള്ളട്ടെ. എൻ്റെ അമ്മ എന്നെ ഈ ദയനീയ അവസ്ഥയിൽ വിട്ടിട്ട് എത്ര കാലം മാറി നിൽക്കും? നീ എവിടെയാണമ്മേ? ഓടി വരൂ. നീറിപ്പിടയുന്ന ആ യുവഭക്തിയുടെ ഹൃദയം തേങ്ങിക്കൊണ്ടിരുന്നു. അതിതീവ്രമായ ദേവീ സാധനയുടെ നാളുകളിൽ അത്യുച്ചാവസ്ഥയിലുള്ള അനുഭൂതികളിലൂടെയും സമാധികളിലൂടെയും സുധാമണി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അമ്മേ, നീ എവിടെ എന്ന് ആ യുവയോഗിൻ ദേവിയെ വിളിച്ചു കരയും. പ്രേമമൂർച്ചയിൽ ബാഹ്യബോധമില്ലാതെയാകും. ഭക്തിന്മാദത്തിന്റെ ആ അലൗകിക നിമിഷങ്ങളിൽ ഒരിക്കൽ വിരഹ ആകുലതയാൽ തന്റെ രോമകൂപങ്ങൾ ഓരോന്നും പൊട്ടിത്തുറക്കുന്നതായി സുധാമണിക്ക് അനുഭവപ്പെട്ടു. ശരീരത്തിലെ ഓരോ കലയും മന്ത്രനാദത്താൽ പ്രകമ്പിതമായി. തന്റെ സമസ്ത തത്വവും ജഗദംബികയുടെ അടുക്കലേക്ക് കുലം കുത്തിയൊഴുകി. ഭക്തിമൂർച്ചയിൽ പ്രപഞ്ചബോധം വിട്ടു. സാധനയുടെ ആ പരമമായ നിർണായക മുഹൂർത്തത്തിൽ കോടി സൂര്യ പ്രഭോജ്വലയായി പരമപ്രേമസ്വരൂപിണിയായി പ്രപഞ്ച സൃഷ്ടിസ്ഥിതി ലയകാരിണിയായ അമ്മ സുധാമണിക്ക് പ്രത്യക്ഷീകരിച്ചു. ദേവി തന്നെ സമീപിച്ച് തന്നിൽ ആഴ്ന്ന് വിലയിക്കുന്നതായും അനുഭവപ്പെട്ടു. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നതായി കേട്ടു, നിന്നിൽ ഞാൻ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് നിന്നിൽ കൂടിയേ തിരിയാൻ കഴിയൂ. അതോടെ താൻ തന്നെയാണ് ദേവി എന്ന ബോധം സുധാമണിയിൽ പൂർണ്ണമായി കാണപ്പെട്ടു. എല്ലാവരെയും സ്വന്തം മക്കളായി കാണുന്ന ആ തപസ്വിനിയുടെ സ്ഥിരമായ ഭാവം ജഗന്മാതാവിൻ്റെതായി. അതുമൂലം ഭക്തജനങ്ങൾ സുധാമണി എന്ന കുഞ്ഞിനെ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതേപ്പറ്റി അമ്മ പിന്നീട് ഇങ്ങനെ പറയുകയുണ്ടായി, ദേവിയുടെ അനന്ത കല്യാണ ഗുണങ്ങൾ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നതായും ഞാൻ അമ്മയിൽ നിന്ന് ഭിന്നമല്ലെന്നും എനിക്ക് അനുഭവപ്പെട്ടു. വിശ്വം മുഴുവനും ഒരു ചെറുകുമളയായി എന്നിൽ അടങ്ങിയിരിക്കുന്നതായി ഞാൻ കണ്ടു. ദേവീ സാധനയുടെ അന്ത്യഘട്ടത്തിലെ അനുഭൂതികളെയും അനുഭവങ്ങളെയും 22-ാം വയസ്സിൽ ആനന്ദവീഥി എന്ന തന്റെ കവിതയിൽ അമ്മ ചിത്രീകരിക്കുകയുണ്ടായി. ആ ഒരു കവിത ഞാനിവിടെ ചൊല്ലാം, കാരണം ഇത് വളരെ മനോഹരമായ ഒരു കവിതയാണ്. അമ്മയുടെ ആ ഒരു അനുഭൂതികളെ പ്രതീക്ഷീകരിക്കുന്ന ഒരു കവിത ആയതുകൊണ്ട് ഞാൻ ചൊല്ലുകയാണ്. ആനന്ദവീഥിയിലൂടെ എൻ്റെ ആത്മാവ് ആടിരസിച്ചു നടന്നൊരു നാൾ, ആ നിമിഷങ്ങളിൽ രാഗാതി വൈരികളോടിയോളിച്ചിതൻ ഗഹ്വരത്തിൽ എന്നെ മറന്നു ഞാൻ എന്നിലൂടന്നൊരു തങ്കക്കിനാവിൽ ലയിച്ചു. അങ്കുരിക്കുന്ന മനസ്സിലെ ആശകൾ പങ്കമില്ലാതെ തെളിഞ്ഞു. പൊൻകര വല്ലരിയാൽ എന്നെറുകയിൽ അമ്മ തലോടുകയായി. എൻ്റെ ഈ ജീവിതം അമ്മയ്ക്കെന്നോതി ഞാൻ നമ്രശിരസ്കയായി നിന്നു.
അന്നമ്മ ചൊന്ന മൊഴികളോർത്തിന്നു ഞാൻ നന്നായി കോരിത്തരിപ്പൂ. സച്ചിന്മയി സർവസത്യസ്വരൂപിണി നിൻവചനങ്ങൾ ശ്രവിക്കാം. മന്ദസ്മിതം തൂകിയ ദിവ്യജ്യോതിസ് എന്നിലേക്കാഴ്ന്നു ലയിച്ചു. കോടിയബ്ദങ്ങൾ പിന്നിട്ട കഥകളൻ ചാരുസിരയിലുദിച്ചു. മാനവ ജന്മം കൃതാർത്ഥമാക്കിയിടുക മാലോകരെ എന്നു ചൊല്ലാൻ. എൻ മനതാരിൽ നിറങ്ങൾ പകർന്നമ്മ എന്നോടുത തന്നെ ചെയ്തു. അന്നു തൊട്ടന്യമായി കാണാൻ കഴിഞ്ഞില്ല എല്ലാം എൻ്റെ ആത്മാവെന്നോർത്തു. സർവേശിയോടു ലയിച്ചു നടന്നു ഞാൻ സർവഭോഗത്യക്തയായി. നിന്നിൽ ലയിക്കുക നീ മനുജ എന്നതമ്മ പറഞ്ഞ തത്വങ്ങൾ. പാരിടമൊക്കെ മുഴക്കി നടപ്പു ഞാൻ പാപികൾക്കാശ്രയമേകാൻ. ഭാരതഭൂമിയിലായിരമായിരം ജ്ഞാനികൾ ജന്മമെടുത്തു. മന്വന്തരങ്ങൾക്കുമപ്പുറം മാമുനി സത്തമർ കണ്ട തത്വങ്ങൾ. മർത്യലോകത്തിൻ്റെ ദുഃഖമകറ്റുവാൻ എത്രയോ നഗ്ന സത്യങ്ങൾ. പൂരിയൻ്റോമല് ജോലി നിർത്തി നീ എൻ്റെ തന്നെ എന്നതെന്നും. സാധനയുടെ ഒരു ഘട്ടത്തിൽ എല്ലാറ്റിനോടും വെറുപ്പ് തോന്നിയതാണ്. കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ അവരുടെ കർമ്മഫലം അനുഭവിക്കട്ടെ എന്ന ചിന്തയായിരുന്നു. എന്നിട്ട് എല്ലാറ്റിൽ നിന്നും വിട്ടകന്ന് ഒളിച്ചൊലിക്കാനായിട്ട് കുഴി കുഴിക്കുമായിരുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് നിർദ്ദേശം കേട്ടു, നീ കഷ്ടപ്പെടുന്നവർക്ക് ശാന്തിയും സമാധാനവും നൽകണം. ഞാൻ സർവവ്യാപിയാണ്, അവരിലൂടെ എന്നെ സേവിക്കൂ. അറിവില്ലായ്മ കൊണ്ട് അവർ തെറ്റ് ചെയ്ത് ദുഃഖിക്കുന്നു, അവരെ നേർവഴിക്ക് നയിക്കൂ. അതോടെ രൂപധ്യാനം നിന്നു. പ്രണവമന്ത്രം ഉള്ളിൽ നിന്ന് ഉയരുന്നതായി തോന്നി. അപ്പോൾ ധ്യാനത്തിൽ പല മണ്ഡലങ്ങളുടെയും ദർശനം കിട്ടി. ഈ പ്രപഞ്ചത്തിൽ ആളുകൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും കാണാൻ കഴിഞ്ഞു. അമ്മ പറഞ്ഞു, ഈശ്വരനും നമ്മളും രണ്ടെന്ന് കാണുമ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത്. എല്ലാം ഒന്നെന്ന് ബോധിച്ചാൽ പിന്നെ ദുഃഖമില്ല. ഈശ്വര ചിന്ത ചെയ്യുന്ന സമയമൊക്കെ ലാഭം, അല്ലാത്ത കാലമൊക്കെ നഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അവസ്ഥയിലെത്തുകയും കഷ്ടപ്പെടുന്നവരെ ഉദ്ധരിക്കാനുള്ള ആന്തരനിർദ്ദേശവും ലഭിച്ചതിന് ശേഷമാണ് അമ്മയുടെ ദേവീഭാവം ആരംഭിച്ചത്. താനും ദേവിയും ഒന്ന് എന്ന ആന്തരിക അനുഭവത്തിന്റെ ബഹിർപ്രകാശമാണ് അമ്മയുടെ ദേവീഭാവം. ദേവീഭാവം വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ സ്വഭാവത്തിൽ ചില വ്യതിയാനങ്ങളും ഉണ്ടായി. കൃഷ്ണസാധനയുടെ കാലത്ത് അമ്മ പൊതുവെ സൗമ്യ പ്രകൃതിയായിരുന്നു. കൃഷ്ണഭാവം കഴിഞ്ഞാൽ അധിക നേരവും എവിടെയെങ്കിലും മിണ്ടാതെ കുത്തിയിരിക്കുമായിരുന്നു. എന്നാൽ ദേവീഭാവം വന്നപ്പോൾ അമ്മയിൽ തൻ്റെ ഇടം പ്രകടമായി. മുമ്പ് ആങ്ങളെയും മാതാപിതാക്കളും എതിർത്താൽ അനങ്ങുകയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖത്ത് ഒരു പ്രത്യേകതരം ഗൗരവഭാവം വന്നു. താൻ ആർക്കും വഴങ്ങുന്നവളല്ല എന്ന തൻ്റെ ഇടം പ്രകടമായി തുടങ്ങി. വീട്ടുകാരോടുള്ള ഭയം മാറ്റിവെച്ചിട്ട് ഭക്തജനങ്ങളുമായി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. കൂടുതൽ സജീവമായി ആതുര ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു ഇത്. കൃഷ്ണഭാവവും ദേവീഭാവവും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഭിന്നമായി തോന്നുന്നുവെങ്കിലും അമ്മ സമദർശിയായിരുന്നു. ഇതേപ്പറ്റി അമ്മ ഒരിക്കൽ പറഞ്ഞു, കൃഷ്ണഭാവവും ദേവീഭാവവും ഭാവത്തിൽ ഒന്നു തന്നെ, വേഷത്തിലെ വ്യത്യാസമുള്ളൂ. ആത്മാവെല്ലാം ഒന്നല്ലേ. സാധകൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ ആദ്യം മനസ്സിനെ നിർത്തേണ്ടതാണ്. എന്നാൽ വിവിധ രൂപങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല എന്ന് അറിഞ്ഞിരിക്കണം. വേഷം പലത്, സത്ത ഒന്ന്. കൃഷ്ണനിൽ മനസ്സ് നിൽക്കണമെങ്കിൽ പറയണം, കൃഷ്ണ ഇപ്പോൾ അങ്ങ് തന്നെ ബന്ധുവായി നിൽക്കണം. എനിക്കിപ്പോൾ വേറെ ആരെയും കൊണ്ടുവന്നു തരണ്ട. കൂടെ കൂടെ രൂപം മാറരുത്. ഒന്നിനെ മുറുകെ പിടിക്കുക. അപ്പോൾ മനസ്സിലാകും എല്ലാം ഒന്നെന്ന്. ഒരേ തത്വത്തിന്റെ വിവിധ ആവിഷ്കരണങ്ങളാണ് മൂർത്തിഭേദങ്ങളെന്ന് അമ്മ വെളിപ്പെടുത്തി. അത് അനുഷ്ഠാനത്തിലൂടെ കാണിക്കുന്നതിനു വേണ്ടി പല സാധനാമാർഗങ്ങളിലൂടെയും അമ്മ പിന്നീട് സഞ്ചരിക്കുകയുണ്ടായി. ഇതേപ്പറ്റി പല അവസരങ്ങളിലായി പല കാര്യങ്ങളും അമ്മ വിവരിച്ചിട്ടുണ്ട്. അമ്മ പറയുന്നു, പണ്ട് ഞാൻ ദേവിയെ ധ്യാനിച്ചിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ വായിൽ നിന്ന് ദംഷ്ട്രങ്ങൾ ഇറങ്ങി വരുന്നതായി തോന്നി. ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. എന്നൊരു മൂളൽ. ദംഷ്ട്രമുള്ള മുഖം, കരിനീല കളർ. ദേവി എന്നെ കൊല്ലാൻ വരികയാണോ എന്ന് ഭയന്ന് ഓടാൻ ഭാവിച്ചു. അവസാനം കണ്ടു ഞാൻ തന്നെയാണ് ദേവിയെന്ന്. മൂളുന്നതും ഞാൻ തന്നെ. ദേവിയുടെ മുക്കൂത്തി ഞാൻ ഇട്ടിരിക്കുന്നു. ദേവിയുടെ കിരീടം ഞാൻ വെച്ചിരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി, എന്തൊക്കെയാണിത്? ഞാനിങ്ങനെ ദേവിയാകും?
ഞാൻ ധ്യാനിക്കാതിരിക്കാനായി ദേവി വേല കാണിക്കുകയാണ്. അമ്മയെ ധ്യാനിച്ചാൽ ഞാൻ അമ്മയായി മാറും. എങ്കിൽ ഇനി അത് വേണ്ട, ഇനി ശിവനെ ധ്യാനിക്കാം. അങ്ങനെ ശിവധ്യാനം തുടങ്ങി. ശിവനെ ചിന്തിച്ചപ്പോൾ തന്നെ താൻ ശിവനായി മാറിയിരിക്കുന്നു. മുടിയും ജടയും പാമ്പുമെല്ലാം അതേപടി എനിക്ക്. ശിവനും എന്നെ പരീക്ഷിക്കുകയാണെന്ന് തോന്നി. എന്നാൽ ശിവൻ വേണ്ട, ഗണപതിയെ ധ്യാനിക്കാമെന്ന് ചിന്തിച്ചു. ചിന്തിച്ചപ്പോൾ തന്നെ ഗണപതിയായിരിക്കുന്നു. എൻ്റെ മുഖത്ത് ഒറ്റക്കൊമ്പ്, തുമ്പിക്കൈയെല്ലാം ഉണ്ട്. ഏത് ദേവീദേവനെ ചിന്തിച്ചാലും അത് ഞാൻ തന്നെ എന്നായി. രാമകൃഷ്ണദേവനെ വിളിക്കാമെന്ന് വെച്ചു. അപ്പോഴുണ്ട് ഞാൻ രാമകൃഷ്ണദേവനായിരിക്കുന്നു. പുരുഷമുഖം, തലയിൽ മുടി വളരെ കുറവ്. ഉള്ളിൽ നിന്ന് രാമകൃഷ്ണദേവൻ പറയുന്നത് കേട്ടു. നിന്നിൽ നിന്ന് ഞാൻ ഭിന്നനല്ല. ഞാൻ നിന്നിൽ പണ്ടേ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിന് എന്നെ വിളിക്കുന്നു? ഈ അവസ്ഥയിൽ പിന്നെ അമ്മയ്ക്ക് ധ്യാനിക്കാൻ വയ്യാതെയായി. അമ്മ വേറെ ആരെ ധ്യാനിക്കാനാണ്? എല്ലാം താൻ തന്നെ എന്ന ഭാവത്തിൽ ഉറച്ചു കഴിഞ്ഞു. എന്നാൽ പിൽക്കാലത്തും അമ്മ ധ്യാനിക്കാനിരിക്കുന്നത് തുടർന്നു. അത് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാനാണ് എന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അമ്മ ലോകമെങ്ങുമുള്ള തൻ്റെ മക്കളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടും. അവർക്ക് മംഗളം വരുന്നതിനു വേണ്ടി അമ്മ അവരെ ചിന്തിച്ചിരിക്കും. ഒരിക്കൽ നാരദൻ ദ്വാരകയിൽ ചെന്നപ്പോൾ ശ്രീകൃഷ്ണൻ ധ്യാനിച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചു, ഭഗവാനെ, അവിടുന്ന് ആരെയാണ് ധ്യാനിക്കുന്നത്? അപ്പോൾ ഭക്തവത്സലനായ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭക്തന്മാരെ ധ്യാനിക്കുകയാണ്. അമ്മയുടെ ധ്യാനം കാണുമ്പോൾ ഭാഗവതത്തിലെ മേൽപ്പറഞ്ഞ സന്ദർഭം ഓർത്തു പോകുന്നു. സാധനയുടെ അവസാന ഘട്ടത്തിൽ അമ്മ സ്ഥിരമായി ജഗന്മാതൃഭാവം അവലംബിച്ചു. അമ്മയുടെ സ്ത്രീരൂപത്തിന് ചേർന്ന ഭാവം അതാണ്. മറ്റൊരു കാരണവും അമ്മ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ചിരിച്ചു മയക്കുകയേ ഉള്ളൂ. എളുപ്പം ആർക്കും ഒന്നും കൊടുക്കുകയില്ല. ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനെ വേഗം തെണ്ടിയാക്കും. എന്നാൽ ദേവിക്ക് മാതൃഭാവമാകിയാൽ വേഗം മനസ്സലിയും. ലോകർക്ക് വേഗം വല്ല ഗുണവും ചെയ്യണമെങ്കിൽ ദേവീഭാവം തന്നെ വേണം. അതുകൊണ്ടെന്താ, ചില സന്യാസ ആശ്രമങ്ങളിൽ മന്ത്രദീക്ഷ കൊടുക്കുന്നത് കൂട്ടത്തിൽ ഒരു ലളിതാ സഹസ്രനാമം കൂടി വെച്ചു കൊടുക്കും. നിത്യപാരായണം ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. കാര്യം എന്താണെന്നോ? പട്ടിണി കിടക്കാതിരിക്കണമെങ്കിൽ ദേവിയെ സന്തോഷിപ്പിക്കണം. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, അമ്മയുടെ ജീവചരിത്രത്തിൻ്റെ 10ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.